ഇല്ലേ? ആ നെല്ല് കൊയ്തെടുത്താൽ പാടത്ത് കൂട്ടിയിരിക്കുകയാണ് നെല്ല്. അത് സംഭരിക്കാൻ ആരുമില്ല. നാളികേരം ഞാൻ കൊച്ചിനൊന്നും ടെൻഷനാണ് വന്നിക്കല്ലോ, എനിക്ക് ടെൻഷനാണ്. ഞാൻ ആ ശ്രദ്ധ അങ്ങോട്ട് പോകും. എന്നാൽ ഈ കാഴ്ചയുള്ളതുകൊണ്ട് പിള്ളേരെ ഓടുമ്പോ ഒരു അപ്പൊ എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണ്. നെല്ല് സംഭരിക്കാൻ ആളില്ല. നാളികേര സംഭരണം വല്ലതും നടക്കുന്നുണ്ടോ? എല്ലാ കാർഷിക മേഖല തകർന്നു. തീരദേശത്ത് പട്ടിണിയും വറുതിയുമാണ്. മണ്ണെണ്ണയ്ക്ക് സബ്സിഡി ഇല്ല. പട്ടികജാതി കുട്ടികൾക്ക് ഗ്രാന്റ്സ് കൊടുക്കുന്നില്ല. കുട്ടികൾ പഠിത്തം നിർത്തി വരിക. ആശാ വർക്കർമാര് സമരത്തിലാണ്. അംഗൻവാടി ജീവനക്കാർ സങ്കടത്തിലാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. 7 ക്ഷേമനിധികൾ തകർന്നു. വിദ്യാഭ്യാസ രംഗത്ത് 9 യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഇല്ല. 66 കോളേജിൽ പ്രിൻസിപ്പൽ ഇല്ല. എല്ലാ ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷികം എല്ലാ രംഗങ്ങളും തകർന്നു. ഇപ്പൊ ഡിസംബർ മാസമായി. ഈ വർഷത്തിലെ 3 ക്വാർട്ടർ കഴിഞ്ഞു അല്ലെ? 9 മാസം കഴിഞ്ഞു. ആകെ ലോക്കൽ ബോഡിയിലേക്കുള്ള ചെലവ് എത്രയാ പൈസ കൊടുത്തേക്കണെന്ന് അറിയോ? 27%. 27% പൈസ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. 27%. അപ്പൊ ഫണ്ട് എവിടെ? കഴിഞ്ഞ പ്രാവശ്യം 50% പ്ലാൻ കട്ടാണ്. ലോക്കൽ ബോഡിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്